നമസ്കാരം, രാജേഷാണ്. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇന്നലെ എൻ്റെ കടയിൽ എൻ്റെ തട്ടുകടയാണ്. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കാപ്പിടിക്കാൻ വന്നു. അപ്പോൾ ഭാര്യയ്ക്ക് 2 ദോശ, ഭർത്താവിന് 3 ദോശ. പിന്നെ ഒരു ഭാര്യ ഒരു ഡബിൾ ആംപ്ലേറ്റ്, ഭർത്താവ് സിംഗിൾ ആംപ്ലേറ്റ് വേണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു. രണ്ടുപേരും കൊടുത്തിട്ട് ഇവർ പറഞ്ഞു കുരുമുളക് പൊടി വേണം. ഞാൻ കുരുമുളക് പൊടി മുഴുവൻ എടുത്ത് ഡെപ്പിയോട് കൊടുത്ത് ആവശ്യമുള്ള തട്ടിക്കൊടി തട്ടിത്തരണം. അപ്പോൾ എനിക്ക് സമയമില്ല. ഒന്നാമതിവിടെ ജോലിക്കൊന്നും ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യണത്. നല്ല തിരക്കുമാണ്. ഒന്ന് തട്ടിക്കൊള്ളുമെന്ന് പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് ആവശ്യം പോലെ തട്ടിയെടുക്കാം. അതാണ് സാറിന് എല്ലാവരും ചെയ്യണത്. ഇവരൊന്ന് പുറകു സൈഡിലാണ് നിൽക്കുന്നത്. ജോലിക്കൊന്നും ആളില്ല. ഇതെല്ലാം കൂടെ ഒറ്റയ്ക്ക് ഞാനാണ് ചെയ്യുന്നത്. വെള്ളം കൊടുക്കണം, സാധനം വാങ്ങി, ദോശ ഇടണം, ചമ്മന്തി ഒഴിക്കണം, എൻ്റെ ഇടയ്ക്ക് പൈസ വാങ്ങി, എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് കിടന്ന് ഓടിക്കണം ചെയ്യണം. അപ്പോൾ ഈ വ്യക്തി പിന്നീട് വന്ന് എച്ചി കൈ കൊണ്ട് ചമ്മന്തി കോരാൻ വന്നു ദൈവം. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ എച്ചി കൈ കൊണ്ട് ചമ്മന്തി കോരരുത്, അത് കണ്ടുകൊണ്ടിങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇവർ മിണ്ടാതെ നിന്നിട്ട് കാപ്പിയെല്ലാം കുടിച്ച് കൈ കഴുകിയിട്ട് തിരിച്ച് വന്നിട്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്നുവെച്ചാൽ എൻ്റെ സ്വഭാവം ശരിയല്ലെന്നാണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് എൻ്റെ സ്വഭാവത്തിന് മോശം? നിങ്ങൾ ചോദിച്ച സാധനം ഞാൻ തന്നു, പിന്നെ നിങ്ങളങ്ങനെ പറയേണ്ട കാരണം എന്താണ്? അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പഴയ സിനിമയിൽ ഈ ബാലങ്കൻ നായർ, ജോസ് പ്രകാശൊക്കെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിൽക്ക് സ്മിത, അനുരാധ ഒക്കെ ഡാൻസ് കളിക്കുമെന്ന് അറിയാമല്ലോ, പാട്ടും പാടി. അതുപോലെ ഇവർ കാപ്പിടിക്കാൻ വരുമ്പോൾ ഇങ്ങനെ ഡാൻസും കളിച്ച് പാട്ടും പാടി മേഡമെന്നും സാറെന്നൊക്കെ വിളിച്ച് ഇവരെ സംഭാവനയാണ്. അതാണ് അവർ സൂചിപ്പിക്കുന്നത്. ഈ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാർ ഭാര്യയും കൊണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ കാമുകയും കൊണ്ട് വരുമ്പോൾ ഇവർക്ക് ഇളക്കൊണ്ട് ഇവരെ മുമ്പേ കുഞ്ഞിക്കണം. അതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. ഈ തലമുറയ്ക്ക് അവർ സാധനം തന്നു നമ്മുടെ കടയിൽ നിന്ന് മാന്യമായ രീതിയിൽ ഇടപെട്ടു, മാന്യമായ രീതിയിൽ സംസാരിക്കുന്നു. മര്യാദ കൊടുത്ത് മര്യാദ വാങ്ങിക്കണം. അതാണ് ബഹുമാനം കൊടുത്ത് ബഹുമാനം വാങ്ങിക്കണം. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങളൊരു സ്ത്രീയായിട്ട് കയറി വരുമ്പോൾ നിങ്ങളെ ആറ്റിറ്റ്യൂഡ് ചെയ്തില്ല, നിങ്ങളെ ബഹുമാനിച്ചില്ല, നിങ്ങളെ മുമ്പ് മടുത്തുകെട്ട് അടിച്ചിട്ടില്ല, ഇതൊക്കെ പറഞ്ഞ മര്യാദയുടെ വാക്കല്ല. നിങ്ങൾ ആഹാരം കഴിക്കാൻ വന്നാൽ കഴിക്കുക, പൈസ തരിക, പോവുക. എൻ്റെ കടയിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മാന്യമായി നിങ്ങളെ പെരുമാറേണ്ടത് നിങ്ങളുടെ ഒരു മര്യാദയുടെ ഭാഗമാണ്. പക്ഷേ നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ കൊച്ചമ്മ പോലത്തെ ഈ എം നമ്പ്യാർ പറയും പോലെ കുനിഞ്ഞു നിന്നുകൊണ്ട് കുനിഞ്ഞു നിൽക്കാനും പിന്നെ നിങ്ങളുടെ അടുത്ത് സാറേ എന്ന് വിളിച്ച് സംഭാവന അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എനിക്കൊരു പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ പാടിയാലേ തവള വിളിക്കുമ്പോഴേക്കാണ് എൻ്റെ ഭാര്യയും മോനും ഒക്കെ പറയണത്. അപ്പോൾ ഞാൻ പാടുന്ന പാട്ട് അത്ര സുഖമുള്ള കാര്യമില്ല. അപ്പോൾ നിങ്ങളെ പാടി സൂചിപ്പിക്കാതെ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടാ. അതുകൊണ്ട് ഈ കടയിൽ വരുന്ന ആൾക്കാർ അവിടെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾ 100 പേര് വരുമ്പോൾ 100 നമ്മൾ ഒരു സ്വഭാവം, നിങ്ങൾ 100 പേര് വരുമ്പോൾ 100 സ്വഭാവമാണ്. നിങ്ങൾ 100 പേര് നിങ്ങൾ ഒരു സ്വഭാവം കൊണ്ട് നേരിടണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട് കടകളിൽ സാധനം വാങ്ങിക്കാൻ വരുമ്പോൾ നിങ്ങൾ മാന്യമായിട്ട് ഇടപെടണം, മാന്യമായിട്ട് പെരുമാറണം. നിങ്ങൾ ചുമ്മാ ഒന്നുമല്ല ഞങ്ങൾക്ക് പൈസ തരണം, വന്ന് സൗജന്യമായിട്ട് ഇതാ 10-25 രൂപ ഇരിക്കട്ടെ. 1 രൂപ ചില്ലറ ഇല്ലെങ്കിൽ നിങ്ങൾ ചാവാൻ വേണ്ടി നിൽക്കും. ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും ഈ ആട്ടോക്കാരനൊക്കെ ഓടി വന്നിട്ട് 1 രൂപ ചില്ലറ ഇല്ലെന്ന് അവൻ്റെ മുമ്പ് ചാവാൻ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ നിങ്ങൾ അത്രത്തോളം ഒന്നും പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് ആഹാരം കഴിക്കുക, നിങ്ങൾക്ക് പൈസ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് രുചി ഉണ്ടെങ്കിൽ കഴിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കടയിൽ ചെന്നും കഴിക്കുക, അതും കഴിക്കുക, അത് നിങ്ങളുടെ സൗകര്യമാണ്. പക്ഷേ നിങ്ങളൊരു ആഹാരം കഴിക്കാൻ വരുമ്പോൾ നിങ്ങളെ മുമ്പേ കുഞ്ഞു വയ്ക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമില്ല കേട്ടോ. ഇത് പറയാൻ വേണ്ടി വന്ന കാര്യം, ആ ഭാര്യയും ഭർത്താവും വന്ന് അല്ലെങ്കിൽ കാമുകനോ ആരോ ഈ പെണ്ണുങ്ങളെ കൊണ്ടുവരുമ്പോൾ ഒരുമാതിരി നെളിഞ്ഞ് ഞാൻ വലിയ മറ്റവനാണ് എന്ന് കാണിക്കുന്ന പരിപാടിയൊന്നും വേണ്ട. ഞങ്ങളൊക്കെ മനുഷ്യരാണ്, നിങ്ങളെപ്പോലെ ജീവനുള്ള ഒരു മനുഷ്യനാണ്, മാംസവും രക്തവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. നിങ്ങൾക്കുള്ള ഒരു ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് കോപ്പമൊക്കെ ഞങ്ങൾക്കും ഉള്ളതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങോട്ടും മര്യാദ കാണിക്കണം. ഒരു കടയിൽ വന്ന് നിങ്ങൾ 2 ദോശയും ഒരു വടയും ഒരു സിംഗിൾ ആംപ്ലേറ്റ് വാങ്ങിക്കുന്നുണ്ട്, ജാട കണ്ട എന്തോ പർവ്വതങ്ങളെടുത്ത് വയ്ക്കുമ്പോഴാണ് അവൻ്റെ ഒരു വെയിറ്റ്. നമ്മളെ സംബന്ധിച്ചാൽ അതിൽ ഒരു കാറിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ വെയിറ്റ് അതിനേക്കാളും ഭയങ്കര സംഭവമാണ്. കാറ് പിച്ചക്കാരൻ്റെ കയ്യിൽ വരെ ഉണ്ട്, മനസ്സിലായി? പിഷക്കാരൻ്റെ വീട്ടിൽ വരെ കാറുണ്ട്. എൻ്റെ വീടിനടുത്തൊരു ആശാരിപ്പണി ചെയ്യുന്ന പയ്യൻ്റെ കയ്യിൽ 3 വണ്ടി, ഒരു ബൈക്ക്, ഒരു ബുള്ളറ്റ്, ഇത്രയാണ് അവൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാർ ഒരുത്തൻ്റെ കയ്യിൽ ഇരിക്കുന്നു പറഞ്ഞിട്ട് അത് വലിയ സംഭവമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ കാറിൽ വന്ന് ഇറങ്ങി പറഞ്ഞ് നിങ്ങളെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ തൊഴണം, അങ്ങനെയൊന്നുമില്ല. ചിലർ വന്ന് കാറിൽ 1 കിലോമീറ്റർ അപ്പുറത്ത് 2 ദോശയും കിടത്തുണ്ടോ ഒരു കീഴെ വീട്ടിൽ കിടക്കുമ്പോൾ. നമ്മൾ ജോലിയാണ് ചെയ്യണത്. നമ്മൾ ജോലി ചെയ്ത് നമ്മളവിടെ വിശാലമായിട്ട് ഇരിക്കുകയല്ല, നമ്മൾ ആ സ്ഥാപനത്തിൽ നിന്നിട്ട് നമ്മൾ ജോലി ചെയ്യുകയാണ്. അപ്പോൾ വരുന്നത് നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ മാന്യമായിട്ട് ഈ ഏത് കടക്കാരൻ്റെ നിങ്ങൾ ഇടപെടണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ അടുത്ത് മാന്യത കിട്ടൂ. അല്ല നിങ്ങൾക്ക് മാന്യത വേണം, ഞങ്ങൾക്ക് മാന്യത ഇല്ല, അങ്ങനെയൊന്നുമില്ല, മനസ്സിലായില്ലേ?
അത് പഴയ സിനിമയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ചട്ടി ഇട്ടുകൊണ്ട് ഒരു ഡാൻസൊക്കെ കളിച്ച് ഒരു പാട്ടൊക്കെ പാടി നിങ്ങളെയൊക്കെ സൂചിപ്പിച്ചങ്ങ് കൂടായിരുന്നു. ഇപ്പോൾ തൽക്കാലം അത് സൂചിപ്പിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ കസ്റ്റമറായിട്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വരുന്നവർ വളരെ നീറ്റായിട്ട് സംസാരിക്കുക. അപ്പോൾ നമ്മളും നീറ്റായിട്ട് സംസാരിക്കും. നിങ്ങൾ റോങ്ങായിട്ട് സംസാരിച്ചാൽ നമ്മൾ റോങ്ങായിട്ട് തന്നെ സംസാരിക്കും കേട്ടോ. അത് കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ മുമ്പ് കുഞ്ഞു നിൽക്കുക. നിങ്ങളെപ്പോലൊരു പൗരനാണ് നമ്മളും. ജനാധിപത്യ രാജ്യമാണ്. നിങ്ങൾക്കുള്ള അവകാശം നമ്മളുണ്ട്. നിങ്ങൾ നമുക്ക് വലുതുമല്ല, നിങ്ങൾക്ക് വലിയവൻ ഞങ്ങളുമല്ല. നമ്മളെല്ലാം സമത്വമുള്ള ആൾക്കാരാണ് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉള്ള മനുഷ്യൻ. എന്നാൽ ഈ നല്ല സമ്പന്നമുള്ളവന്മാർ ഇങ്ങനെ കാണിക്കില്ല. വളരെ മാന്യമായി ഇടപെടും. നല്ല ചിലവന്മാർ ഇടയ്ക്ക് വന്ന് പൈസ ഉണ്ടാക്കിയവന്മാരും ചില ഈ കുരുട്ട് അലവരാതികളുണ്ട്. അവന്മാരാണ് ഈ ജാട കാണിക്കുക. അല്ല, മാന്യമായുള്ള ആൾക്കാർ, നല്ല ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ വളർന്ന് വളരെ മാന്യമായ രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ വന്ന് വളരെ നീറ്റായിട്ട് ആഹാരം കഴിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ അവരങ്ങ് മര്യാദയ്ക്ക് അങ്ങ് വെച്ചിട്ട് അങ്ങ് പോകും. അല്ല, അവർ സംസാരിക്കാനൊക്കെ ചില അലവരാതികൾ വന്ന് ഒരു നാൾ കുരുമുളക് പൊടി അവന് ഇട്ട് കൊടുക്കണം. വീണ്ടും വെറുതെ ഇട്ട് കൊടുത്ത് നിന്ന് ഞാൻ പരാതി കൊടുത്ത് നിൻ്റെ കട ഞാൻ പൊക്കിത്തരാം എന്നാണ് അടുത്ത മെമ്പർ പറയണത്. അപ്പോൾ യുവമാർക്ക് ഞാൻ വലിയ BJP നേതാവാണ് എന്നൊക്കെയാണ് അവൻ പറയണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരുത്തന്മാർ ഈ വിരട്ടും ഭീഷണിയൊക്കെ ആയിട്ട് വന്നത്. അതുകൊണ്ട് നമ്മൾ കൈ ഒന്നൊടിഞ്ഞു പോലും യുവമാർ കുരുമുളക് പൊടി എടുത്തിട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ കൈ കൊണ്ട് ആകാരം തൊടാൻ സമ്മതിക്കില്ല. അത് ബുദ്ധിമുട്ടുള്ള കാര്യം. നമുക്കിപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ കഴിക്കാൻ പറഞ്ഞവർ വെളിയിൽ നിന്ന് സാധനം വാങ്ങിച്ച് കഴിക്കുക. അല്ല, നിങ്ങൾ കഴിച്ചുകൊണ്ടിങ്ങനെ കൈ കൊണ്ടൊന്ന് ചമ്മന്തിക്കകത്തിട്ട് വരാനും എച്ചിലെടുക്കാനൊന്നും നമ്മൾ സമ്മതിക്കില്ല. പിന്നെ കുരുമുളക് പൊടി അത് നമ്മളവിടെ പോണിയിൽ വയ്ക്കും. അത് വേണമെങ്കിൽ തട്ടിയെടുത്ത് കഴിച്ചോളാം. അത്രയാണ് കേട്ടോ. ഇത് ഞാൻ പറയാൻ വേണ്ടിയതാണ്. കാര്യം ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു മനസ്സിനകത്തൊരു ഇതുണ്ട്. ഒരു രണ്ട് ദോശയും ഒരു വടയും കഴിക്കുന്നവനാണ്. നമ്മളവിടെ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് വില എഴുതി വിൽക്കണം. വില എഴുതി തൂക്കണം. നമ്മൾ എല്ലാ സാധനത്തിനും വില എഴുതി അവിടെ തൂക്കിയിട്ടുണ്ട്. ആ വില നോക്കുക. മനസ്സുണ്ടെങ്കിൽ കഴിക്കുക, ഇല്ലെങ്കിൽ വേണ്ട, വില കൂടിപ്പോയി അങ്ങ് പോവുക. അത്ര തന്നെ. അതല്ലാതെ അവിടെ നിന്നുകൊണ്ട് ചൊറിഞ്ഞ് പുണ്ണാക്കേണ്ട കാര്യമില്ല. ചിലവന്മാർക്ക് അങ്ങനെ സുഖമാണ്. എത്തിപ്പോരാ വെള്ളം അടിച്ചുകൊണ്ട് വന്നാൽ ആ ചിലപ്പോൾ അടിച്ചിട്ട് തട്ടിടക്കാരൻ നെഞ്ചിലോട്ട് ചാടിക്കണം. അപ്പം നമ്മളൊന്നും കൈയും കെട്ടിക്കൊണ്ട് നമുക്ക് നിൽക്കാമോ? നിങ്ങളെപ്പോലെ മനുഷ്യരല്ലേ നമ്മളൊന്നും, മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലാവരും കൂടെ ഇത് വീഡിയോ കാണുന്നവർ ഏതെങ്കിലും കടയിൽ പോകുമ്പോൾ നിങ്ങളവിടെ മാന്യമായിട്ട് ഇടപെടുക. എങ്കിൽ ആ കടക്കാരൻ നിങ്ങളുടെ മാന്യമായ രീതി സംസാരിക്കും. ആരും ഇത് പറയില്ല. കാര്യം നിങ്ങൾ രണ്ടുപേരും എൻ്റെ കടയിൽ കൂടുതൽ വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ക്ഷമയോടെ ഇരിക്കും. ഞാൻ അങ്ങനെയൊന്നും ഇരിക്കില്ല. നമുക്ക് വരുന്നവർ വന്നാൽ മതി. പക്ഷേ അവരെ മുമ്പിലും കുനിഞ്ഞിരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. നമ്മളെ കടയിൽ സാധനം വാങ്ങിക്കുമ്പോൾ നമ്മളെ വായിൽ നിന്ന് മോശമായ വാക്ക് വരാതെ നമ്മൾ സാധനം ചോദിക്കി കൊടുക്കും. നിങ്ങളോട് ചിരിച്ച് സംസാരിച്ച് കളിച്ച് നിൽക്കാനുള്ള സമയം നമുക്കില്ല. നമ്മൾ ഈ ജോലികളങ്ങ് ചെയ്യുകയാണ്. അപ്പോൾ വരുന്നവരോട് ചിരിക്കാനും ഒരു പാട്ട് പാടാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തവളയുടെ സൗണ്ടാണ്. അതുകൊണ്ട് നേരെ സംസാരിക്കാൻ തന്നെ നേരെ നമുക്ക് ക്ലിയർ അല്ല. അപ്പോൾ പിന്നെ പാട്ട് പാടി എങ്ങനെ ഇരിക്കും? അപ്പോൾ നിങ്ങളെ പാട്ട് പാടി സൂചിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ജട്ടി ഇട്ടുകൊണ്ട് കളിക്കാമെന്ന് വെച്ചാൽ ഞാൻ പെണ്ണല്ല. എങ്കിലേ ആ കളിക്ക് ഒരു ഹരം കാണുള്ളൂ. ഞാൻ കളിച്ചാൽ നാട്ടുകാരെടുത്തിട്ട് അടിക്കും. വേറെ 2 ദോശയും മാറ്റി ആംപ്ലേറ്റ് മാറ്റി കഴിക്കാൻ പറഞ്ഞാൽ നീയൊക്കെ എന്തോന്ന് ജാട കാണിക്കാണ്ട. നിന്നെയൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗുഡ് ബൈ.